ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ പറ്റിയിട്ടല്ല, ഇത് കൂടുതലും ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ ഇന്നലത്തെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മുംബൈയുടെയും പഞ്ചാബിൻ്റെയും കളി കഴിഞ്ഞു. കളിയിൽ പഞ്ചാബ് ജയിക്കുകയും ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ മുഴുവൻ ഒരൊറ്റ പ്ലെയറുടെ പോസ്റ്റുകളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്ലെയറല്ല കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച്, കളിയിൽ മികച്ച താരം ആ പ്ലെയറല്ല, ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് ആ പ്ലെയറല്ല, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആ പ്ലെയറല്ല. ബട്ട് സ്റ്റിൽ എല്ലാ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ആ പ്ലെയറെ പറ്റിയുള്ള പോസ്റ്റുകൾ, ആ പ്ലെയറെ കുറിച്ചുള്ള എഴുത്തുകൾ, വീഡിയോ എഡിറ്റ്സ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏതാണ് ആ പ്ലെയർ എന്നല്ലേ, മറ്റാരുമല്ല, ശ്രേയസ് അയ്യറാണ്. അതായത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളി തുടങ്ങി. ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫൈനലിലോട്ട് എത്തിച്ച ക്യാപ്റ്റൻ. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഇറങ്ങി കൊൽക്കത്തയെ ഒരു പതിറ്റാണ്ടിന് ശേഷം ചാമ്പ്യന്മാരാക്കി മാറ്റി. അതിനുശേഷം കൊൽക്കത്ത അദ്ദേഹത്തിന് നിലനിർത്തിയില്ല, തിരികെ പഞ്ചാബിലെത്തി. പഞ്ചാബിന് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ, അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡ്. അതായത് ഋഷഭ് പന്തൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പരസ്യമായിട്ട് പഞ്ചാബിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് എങ്ങനെ തന്നെ ലേലത്തിലെടുക്കുമെന്ന് അദ്ദേഹം ഭയന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ഋഷഭ് പന്തിന് പകരം ശ്രേയസ് അയ്യർ ടീമിലോട്ട് എത്തിച്ച്, ഇതാ ശ്രേയസ് അയ്യർ ആ ടീമിനെ ഫൈനലിലോട്ട് എത്തിച്ച് ഈ സീസൺ ഇതുവരെ പരാജയം അറിയാതെ ആ ടീമിനെ ഒരു അജയ്യരായിട്ടുള്ളൊരു ടീമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും അത്ഭുതമുള്ളൊരു കാര്യം കേട്ടോ, ശ്രേയസ് അയ്യർ എങ്ങനെ ഇന്ത്യൻ T20 ടീമിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളത്. T20 ടീമിൻ്റെ ആർക്കിൽ ശ്രേയസ് അയ്യർ എന്തുകൊണ്ട് വരുന്നില്ല? ഇന്ത്യൻ ODI ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് എന്തുകൊണ്ട് ശ്രേയസ് അയ്യരെ പരിഗണിച്ചില്ല? പകരം ഗിൽ അങ്ങനെ ക്യാപ്റ്റനായി. പല മിസ്റ്ററീസിനേക്കാളൊക്കെ അത്ഭുതമാണ് എങ്ങനെ ഈ ഒരു കാര്യമൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ശ്രേയസ് അയ്യറിനെ പോലെ ഇത്രയും കിടിലനായിട്ട് T20 ക്രിക്കറ്റിൽ കളിക്കുന്ന ഒരു പ്ലെയർ, ഇത്ര വണ്ടർഫുള്ളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ, ഫീൽഡിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു പ്ലെയറെ, മികച്ചൊരു ക്യാപ്റ്റനെ ഇന്ത്യൻ T20 ടീമിൽ ഇടം നേടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ T20 ടീമിൽ അദ്ദേഹം ഇല്ല, അത് പോട്ടെ എന്ന് വയ്ക്കാം. ഇന്ത്യൻ T20 ടീം ഓൾറെഡി വെൽ സെറ്റായുള്ള ടീമാണ്. എന്തുകൊണ്ട് ഒരു ക്യാപ്റ്റൻസി സ്പോട്ട് ഒഴിവ് വന്നപ്പോൾ ശ്രേയസ് അയ്യരെ അവിടെ പരിഗണിച്ചില്ല? പകരം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായിട്ട് എന്താണ് പ്രൂവ് ചെയ്തേക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. കാരണം ഒന്നുമില്ല അവിടെ, കാണിക്കാനൊന്നുമില്ല. ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് ശ്രേയസ് അയ്യർക്ക് ഒരു നീണ്ട നിര തന്നെയുണ്ട്. സ്റ്റിൽ ശ്രേയസ് അയ്യരെ അവിടെ പരിഗണിക്കുന്നില്ല. ശുഭ്മാൻ ഗിൽ വരുന്നു. T20 ടീമിൽ ശ്രേയസ് അയ്യരെ പരിഗണിക്കുന്നില്ല. ശ്രേയസ് അയ്യർ ഷോർട്ട് ബോളുകൾ കളിക്കാൻ പരിമിതിയുള്ള താരമാണെന്ന് പറയുന്നു. ഇന്നലെ ബുംറയുടെ എണ്ണം പറഞ്ഞ ഷോർട്ട് ബോളുകളെ ആ ഡീപ്പ് സ്ക്വയർ ലെഗിലോട്ടൊക്കെ ബൗണ്ടറി അടിച്ചിട്ട് അതിനൊക്കെയുള്ളൊരു മറുപടിയാണ്. സ്പിന്നിനെ മാത്രം കളിക്കുന്ന ശ്രേയസ് അയ്യരൊന്നുമല്ല. ഒരു ചേസിങ്ങിന് ഒരു ടാർഗറ്റ് കിട്ടുമ്പോൾ 190+, 200+ ടാർഗറ്റ് കിട്ടുമ്പോൾ പഞ്ചാബിനറിയാം അവിടെ എങ്ങനെ കളിക്കണം. അവിടെ ഒരു നല്ലൊരു തുടക്കം ഓപ്പണേഴ്സ് ഇട്ട് തന്നാൽ മതി. 30-40 റൺസ് ക്വിക്കായിട്ട് അടിച്ച് തന്നാൽ മതി. അവിടെ പ്രഭ്സിമ്രാനും അതുപോലെ തന്നെ പ്രിയാൻഷ് ആര്യയുടെയും യുവത്വം തുളുമ്പുന്ന ഒരു ബ്ലാസ്റ്റിംഗ് സ്റ്റാർട്ട് തന്നെ വരുന്നു. കൂപ്പർ കൊണോളിയുടെ നല്ല നല്ല ഷോട്ടുകൾ വരുന്നു. പിന്നീട് സാക്ഷാൽ ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് എത്തുകയാണ്. അവിടെ ബുംറ ആയിക്കോട്ടെ, ബോൾട്ട് ആയിക്കോട്ടെ, ദീപക് ചാർ ആയിക്കോട്ടെ, സാർണർ ആയിക്കോട്ടെ, ലോകത്തിലെ ഏത് ബോളർ ആയിക്കോട്ടെ, അവിടെ അദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയാണ്, ശ്രേയസ് അയ്യരുടെ ടെറിട്ടറിയാണ്. പിന്നീട് കളി നിയന്ത്രിക്കുന്ന ശ്രേയസ് അയ്യരാണ്. ഫുട്ബോൾ മൈതാനത്ത് ഒരു മിഡ്ഫീൽഡർ എങ്ങനെ കളി നിയന്ത്രിക്കുന്നത് അതുപോലെയാണ് പിന്നീട് ശ്രേയസ് അയ്യർ കളി കൊണ്ടുപോകുന്നത്. അവസാനം വിജയറണ്ണടിച്ച് ജാൻസനോ സ്റ്റോയിൻസിനോ ശശാങ്ക് സിംഗിനോ ഒന്നും അവരുടെ ആ ഒരു ബ്രൂട്ടൽ ഈറ്റിംഗ് കാണിക്കാനായിട്ട് ഒരു അവസരവും കൊടുക്കാതെ വിജയ തീരത്തെത്തിച്ച് ശ്രേയസ് അയ്യർ ചുമ്മാ അങ്ങ് മടങ്ങുവാണ്. എന്തൊരു മനോഹരമായ ഫിനിഷിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് മനോഹരമായ രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. തീർച്ചയായിട്ടും അത്ഭുതം തോന്നിപ്പോയിട്ട് ശ്രേയസ് അയ്യർ പോലത്തെ ഒരു പ്ലെയർ സ്റ്റിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം നാഷണൽ ടീമിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ. എന്തായാലും ഇന്നലത്തെ ദിവസം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാച്ച് എന്നൊക്കെ പറഞ്ഞാൽ IPL ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാച്ച്. എയറിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബൗണ്ടറിയിൽ തൊടാതിരിക്കാനായിട്ട്. അതും പരിക്ക് മാറിയിട്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ പരമ്പരയിൽ പരിക്ക് പറ്റിയിട്ട് ICUവിലൊക്കെ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പ്യുവർ പീക്ക് എന്താ പറയാം. പ്രഭ്സിമ്രാനാണ് ടോപ്പ് സ്കോറർ, അദ്ദേഹത്തെ നമ്മൾ മറക്കുന്നില്ല. പ്ലെയർ ഓഫ് ദ മാച്ച് ഹർഷദീപ് സിംഗ് ആണ്, അദ്ദേഹത്തെ നമ്മൾ മറക്കുന്നില്ല. പക്ഷേ ശ്രേയസ് അയ്യർ ഇന്നലത്തെ ഡേ ചുമ്മാ തൂക്കി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ പറ്റി ശ്രേയസ് അയ്യരെ പറ്റി മാത്രമായിട്ടൊരു വീഡിയോ പറയണമെന്ന് തോന്നി ഈ സീസണിൽ. മുമ്പൊക്കെ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത വന്നാലായി അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പഞ്ചാബിൻ്റെ ഒരു യുഗമാണ്, പഞ്ചാബ് RCB ഇവരുടെയൊക്കെ ഒരു യുഗമാണെന്നാ തോന്നുന്നത്. മുംബൈയുടെ ഉള്ളിൽ ഓൾറെഡി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഗ്രൂപ്പ് തിരിഞ്ഞിട്ടൊക്കെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ശോകമാണ്. ബുംറയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാൻ പറ്റുന്നില്ല. തിലകും സൂര്യകുമാർ റിബലാണെന്ന് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യക്കെതിരെ. അങ്ങനെയാണ് അവരുടെ ബാറ്റിംഗ്. പക്ഷേ
പഞ്ചാബ് ശ്രേയസ് അയ്യർ ആ ടീമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ അത്ഭുതം കേട്ടോ. ഇത് പീക്ക് ലെവല്. ആ ഓറ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ കാണിക്കുന്ന പോലെ കലിപ്പിച്ച് നോട്ടവും പരിപാടിയൊന്നുമല്ല. അവിടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. പ്ലെയേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പ്ലെയേഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയുന്നൊരു ക്യാപ്റ്റൻ. മിസ് ചെയ്തു കേട്ടോ. ചെന്നൈയിലേക്കോട്ടൊക്കെ വരണമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി പുള്ളിയുടെ ഇന്നലത്തെ കളി കണ്ടിട്ട്. എന്തായാലും ഈ സീസൺ കപ്പ് പഞ്ചാബ് അടിക്കട്ടെ, CSK അടിച്ചില്ലെങ്കിൽ പഞ്ചാബ് അടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രേയസ് അയ്യർ ഡിസേർവ്സ്. ഒരു കപ്പ് കൂടി അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട്. പഞ്ചാബ് ടീമിൽ അദ്ദേഹം നിന്ന് കപ്പടിക്കണം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ പറ്റിയിട്ടല്ല, ഇത് കൂടുതലും ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ഇന്നലത്തെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ശ്രേയസ് അയ്യർക്ക് ഇന്നലത്തോടു കൂടിയല്ല, ഓൾറെഡി അദ്ദേഹം ഭയങ്കര ഫാൻ ബേസുള്ള പ്ലെയറാണ്. ഇന്നലത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ശ്രേയസ് അയ്യർ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അറ്റൻഡൻസ് അറിയിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു.